രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. തൂപ്പും തുടപ്പും കോഫിയിടലും ഒക്കെയായിട്ട് സിദ്ധി ആകെ വലഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 5-6 തവണത്തെ താഴെയും മുകളിലുമുള്ള പോക്കിൽ തന്നെ അവളുടെ നാക്ക് നടുവേദന എടുത്തിട്ട് പാടില്ലായിരുന്നു. കോഫി വീണിടം മാത്രം തുടച്ചാൽ മതിയല്ലോ എന്ന് കരുതിയാണ് മോപ്പുമെടുത്ത് വേഗത്തിൽ മുകളിലേക്ക് ചെന്നത്. അപ്പൊ പറയുന്നു, അത് വീണിടം മാത്രമല്ല, അത് എവിടെയൊക്കെ തെറിച്ചു പോയിട്ടുണ്ടാവും, അവിടെയെല്ലാം തുടച്ചിടണം പോലും. സത്യം പറഞ്ഞാൽ നിന്ന നിൽപ്പിൽ മുറിയാകെ അവൻ തുടപ്പിച്ചു എന്ന് പറയുന്നതാവും നേര്. അത് കഴിഞ്ഞ് നടു നിവർത്തുന്നതിന് മുന്നെയാണ് അടുത്ത പണിഷ്മെന്റ് പോലെ പിന്നെയും വന്നത്. ചെയ്യാൻ പറ്റില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞതും അവൻ തന്റെ അടവ് മാറ്റി കയ്യിലുള്ള ബ്രഹ്മാസ്ത്രം പുറത്തെടുത്തു. ദേവമ്മ കാര്യം അമ്മയെ ചുറ്റിപ്പറ്റിയാവുമ്പോൾ പിന്നെ താൻ എതിർത്തൊന്നും പറയില്ലല്ലോ. അങ്ങനെ പറയാതിരുന്നതിന്റെ ബാക്കിയാണ് മുന്നിൽ ഈ കൂടിക്കിടക്കുന്ന ഒരു കൂട്ടം ഷൂ. അവൾ കയ്യിലിരുന്ന ഷൂ തിരിച്ചും മറിച്ചും നോക്കി. പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്, തിളങ്ങുന്നുണ്ട്. പോളിഷിനെ പുച്ഛിച്ച് അവള് അടുത്തിരിക്കുന്ന എണ്ണയിലേക്ക് നന്ദിയോടെ നോക്കി. പിന്നെ ഷൂവും കയ്യിലെടുത്ത് അവന്റെ മുറിയിലേക്ക് ചെന്നു. തുറന്നു കിടക്കുന്ന വാതിലിനുള്ളിലൂടെ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാ കുറച്ചു മുന്നേ അവൻ പറഞ്ഞതെല്ലാം ഓർമ്മ വന്നത്. മഹാദേവ, ഇനി ഒരു തവണ കൂടി രാവണന് മുന്നിൽ തലവെച്ചു കൊടുക്കാൻ വയ്യ. പെട്ടെന്ന് അവള് പുറത്തേക്ക് എടുത്തു വെച്ച കാല് പിറകിലേക്ക് വെച്ച് വാതിലിൽ 3-4 തവണ തട്ടി. വാതിൽ തുറന്നു കിടന്നിട്ടും അനക്കമൊന്നുമില്ല എന്ന് കണ്ട് അവൾ തല മാത്രം ഉള്ളിലേക്ക് ഇട്ട് നോക്കിയതും കണ്ടു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഷട്ടിൻ ചെയ്യുന്നവനെ. രാക്ഷസൻ, രാവണൻ ഇവിടെ നിന്നിട്ടാണ് തിരിഞ്ഞൊന്ന് നോക്ക പോലും ചെയ്യാത്തത്. പെണ്ണിന് ദേഷ്യം വന്നിട്ട് പാടില്ലായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒന്ന് പറയാൻ വയ്യ. താൻ ഒന്ന് പറഞ്ഞാൽ അവൻ 9ന്റെ പണിയാവും അടുത്തത് എടുപ്പിക്കുക. ഇന്നിനി വയ്യ. എഴുന്നേറ്റിട്ട് ഈ നേരമായിട്ട് പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോഴാണ് ദേവമ്മയും ബാക്കിയുള്ളവരുമൊക്കെ താൻ അവന്റെ മുന്നിലും പിറകിലും നിന്ന് ഓരോന്ന് ചെയ്യുന്നത് കണ്ടതിന്റെ ഷോക്കിലാണ് ഇപ്പോഴും. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വരെ അവന്റെ തലതല്ലി പറിക്കാൻ നിന്ന താൻ ഇന്നിപ്പോ അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ ആരായാലും ഞെട്ടിപ്പോവില്ലേ? ഇനിയിപ്പോ ശരിക്കുള്ള പ്രശ്നം ഇതൊന്നുമല്ല. ഇത്രയും നേരം ജോലി തിരക്കാണെന്ന് പറഞ്ഞു നിന്ന് താൻ അവരുടെ കയ്യിൽ പെട്ടാൽ ഉറപ്പായും എല്ലാരും കൂടി ചോദ്യം ചെയ്യും. കാരണം പറയാൻ പറ്റുമോ? അതറിഞ്ഞാൽ അമ്മയ്ക്കുണ്ടാവുന്ന സങ്കടം ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഇനിയിപ്പൊ പറയാതിരിക്കാമെന്ന് വെച്ചാലോ? എന്റെ മഹാദേവ, ഇനി നീയേ ഉള്ളൂ രക്ഷ. ഭഗവാനെ മനസ്സിൽ കരുതി അവൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് കണ്ണിന് മുന്നിൽ ഒരു രൂപം വന്ന് മറയുന്നത് കണ്ടത്. അയ്യോ! ഭയന്നും കൊണ്ട് പിന്നിലേക്ക് ചാടിയവളെ അതേ ഊക്കിൽ വലിച്ചടുപ്പിച്ചിരുന്നു അവൻ. നേരെ വന്ന വിരിഞ്ഞ നെഞ്ചിലേക്ക് അവൾ ഇടിച്ചു നിന്നു. എന്തടി കൂവുന്നേ? കൈപ്പിടിയിൽ വലിച്ചടുപ്പിച്ച അവളുടെ കൈവിരലുകളെ വേദനിപ്പിച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചത്. വിരൽത്തുമ്പ് വേദനിച്ചതും അവൾ അവന്റെ കൈ കുടഞ്ഞ് പിന്നിലേക്ക് മാറി. ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാ കൂവിയെന്ന്? അതിങ്ങനെ പെട്ടെന്ന് മുന്നിൽ വന്നു നിന്നാൽ പേടിച്ചു പോകില്ലേ? അപ്പൊ ഞാൻ മുന്നിൽ വന്നു നിന്നാൽ നീ പേടിക്കും. കൊള്ളാം. അതുവരെ മുഖത്തുണ്ടായിരുന്ന ഗൗരവത്തിൽ എവിടെയൊക്കെയോ മാറ്റം വന്ന പോലെ അവനൊന്ന് തലകുലുക്കി. പിന്നെ പേടിക്കും, എന്റെ പട്ടി പേടിക്കും. അവൾ പിറുപിറുത്തുകൊണ്ട് തല വെട്ടിച്ചതും അവന്റെ നോട്ടം കണ്ടവൾ ഉമിനീർ വിഴുങ്ങി. എന്തേലും പറഞ്ഞായിരുന്നോ? അവന്റെ ഗന്ധം ശ്വസിക്കും പാകത്തിൽ അവൻ അവൾക്കടുത്തേക്ക് വന്നതും പെണ്ണ് പിന്നെയും പിന്നിലേക്ക് നീങ്ങി. ഞാനൊന്നും പറഞ്ഞില്ല. ദേഷു, ഞാൻ പോവാ. ഇനിയും അവന്റെ മുന്നിൽ നിൽക്കാൻ കഴിയില്ലെന്ന പോലെ കയ്യിലിരുന്ന ഷൂ നിലത്തേക്ക് വെച്ചവൾ മുറിയിൽ നിന്നിറങ്ങിയതും അവളുടെ കാലിനെ കൂച്ചുവിലങ്ങിടും പാകത്തിൽ അവന്റെ ശബ്ദം പുറത്തേക്ക് കേട്ടു. ധാത്രി! എന്റെ മഹാദേവ, ഇതിപ്പോ എന്താവോ അടുത്ത പ്രശ്നം. നെഞ്ചിൽ കൈവച്ച് തിരിഞ്ഞു നോക്കുന്നവൾ കാണുന്നത് നിലത്ത് കിടക്കുന്ന ഷൂ കാലും കൊണ്ട് തട്ടിപ്പറിച്ച് കളയുന്നവനെയാണ്. അയ്യോ, എന്തിനാ ഇത് അറിഞ്ഞു കളഞ്ഞേ? അവൾ കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയ ഷൂ ഓടിപ്പോയി കയ്യിലേക്ക് എടുത്തുകൊണ്ട് പെണ്ണ് ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. നിന്നോട് ഞാൻ ഷൂ പോളിഷ് ചെയ്യാൻ പറഞ്ഞത് പോളിഷ് ഉപയോഗിച്ചാണ്, അല്ലാതെ കണ്ട തുണിയും എണ്ണയും ഒന്നും ഉപയോഗിച്ചിട്ടല്ല. വിരൽത്തുമ്പിൽ പറ്റിയ എണ്ണമയം കാണിച്ചുകൊണ്ട് കൈത്തൊടയിൽ പിടിച്ചവൻ. അത് പിന്നെ ഇതിപ്പോ നല്ല തിളക്കമുണ്ടല്ലോ, തിളങ്ങിയാൽ പോരെ? പറ്റിയത് അബദ്ധമാണെന്നറിഞ്ഞിട്ടും അത് സമ്മതിച്ചു കൊടുക്കാതെ അവൾ വെറുതെ പ്രതിരോധിച്ചു. തിളങ്ങിയാൽ മതിയോ? ഓക്കേ, ശരി, തിളങ്ങിയാൽ മതി. എന്നാൽ പൊന്നുമോളൊരു കാര്യം ചെയ്, ആ റാക്കിലിരിക്കുന്ന ഷൂ മുഴുവനും കണ്ടോ? അവളുടെ കണ്ണുകൾ അവൻ നോക്കിയിടത്തേക്ക് പോയി. ഷൂ റാക്കിൽ ഏതാണ്ട് 10-20 ജോഡി ഷൂ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ഞാൻ വരുമ്പോൾ അത്രയും ഷൂ നല്ല ഭംഗിയിൽ
തിളങ്ങിയിരിക്കണം. അത് നിന്റെ എണ്ണപ്രയോഗം വെച്ചല്ല, അതിന്റെ താഴെ ഇരിക്കുന്ന പോളിഷുകൾ ഉപയോഗിച്ച്. ബ്ലാക്കിന് ബ്ലാക്ക്, ബ്രൗണിന് ബ്രൗൺ, വൈറ്റിന് വൈറ്റ്. അങ്ങനെ ഓരോ ഷൂവിനും വേണ്ട പോളിഷുകൾ അതിന്റെ താഴെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് തന്നെ നീറ്റ് ആക്കിയിരിക്കണം. അത്ര എണ്ണോ? എന്നെ കൊണ്ട് പറ്റില്ല. അവന്റെ അടുത്തു നിന്ന് വിട്ടുമാറിയവൾ. നോ എന്നൊരു ഉത്തരം പറയാൻ വേണ്ടി നിന്റെ നാവ് ചലപ്പിക്കരുത്. വിരൽത്തുമ്പിനറ്റം കൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് കൊട്ടിമാറിയവൻ. വേദനകൾ കൊണ്ടവൾ തുള്ളി. തൽക്കാലം പൊന്നുമോൾ ഇത് ചെയ്. അത് തീരുമ്പോഴേക്കും അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചു പറയാം. അവളെ പിടിച്ച് ആ റാക്കിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി അവൻ ജാക്കറ്റും എടുത്ത് പുറത്തേക്കിറങ്ങി. ഇതിപ്പോ തീരുമ്പോ പണി തരാൻ ഞാനെന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമോ? ഭൂതമല്ല, അടിമ. ഈ വംശിയുടെ പേഴ്സണൽ അടിമ. എന്തേ, അറിയില്ലേ നിനക്ക്? അവനെ കേൾക്കെ പെണ്ണിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു, ഒപ്പം സങ്കടവും. ആ പിന്നെ, ഈ മുറിയിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാമെന്നോ അല്ലെങ്കിൽ എനിക്കിട്ട് പണിയാമെന്നോ എന്നുള്ള ചിന്ത എന്തെങ്കിലും ഈ കുരുട്ടുപിടിച്ച ബുദ്ധിയിൽ വന്നാൽ നീ അത് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അറിഞ്ഞിരിക്കും. അവൻ മുറിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അവളെ നോക്കി പറഞ്ഞു. അങ്ങനെ അറിയാൻ ഇയാളെന്താ ദൈവമോ? അല്ലടി, നീ പറയുന്ന പോലെ രാക്ഷസൻ. കുറച്ചും കൂടി വ്യക്തമാകുന്ന പോലെ പറഞ്ഞാൽ നിന്റെ രാവണൻ. മനസ്സിൽ പറഞ്ഞത് അല്പം ഉറക്കെയായി പോയെന്നറിഞ്ഞത് അവന്റെ മറുപടി തിരിച്ചു കേട്ടപ്പോഴാണ്. ഇനി എന്തെങ്കിലും പറഞ്ഞവന്റെ വാശി കൂട്ടാൻ നോക്കിയാൽ ഇപ്പോൾ കിട്ടിയതിലും അധികം പണി വരുമെന്നറിയുന്നവൾ അവൻ പറഞ്ഞ ആ റാക്കിന്റെ അടുത്തേക്ക് പോയി. അതും നോക്കി നിന്നവൻ വല്ലാത്തൊരു ക്രൗര്യത്തോടെ അവളുടെ അടുത്ത പണി ആലോചിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. സിദ്ധി എന്തേ അമ്മ? അടുക്കളയിലാകെ കണ്ണും പായിച്ചുകൊണ്ട് പാർത്ഥൻ ചോദിച്ചു. വിച്ചുവിന്റെ മുറിയിൽ കാണും പാർത്ഥ. അവന് കഴിക്കാനുള്ളത് കൂടി പാത്രത്തിലേക്ക് എടുത്തുകൊണ്ട് ദേവമ്മ സാധാരണ പോലെ പറഞ്ഞു. വംശിയുടെ മുറിയിലോ? സംശയം പോലെ ആ മുഖം ആകെ ചെറുതായി. ആ, അങ്ങനെ തന്നെ. അപ്പോ അവര് തമ്മി കൂട്ടായോ? ഇന്നലെ കൂടി സിദ്ധിയുടെ എന്തോ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് തന്നോട് അംഗം വെട്ടാൻ വന്നവന്റെ സ്വഭാവത്തിൽ പെട്ടെന്ന് എന്ത് മാറ്റം വന്നു എന്നാലോചിച്ചുകൊണ്ടായിരുന്നു പാർത്ഥന്റെ ആ ചോദ്യം. അവര് കൂട്ടായോ പടവെട്ടിയോ ഇതൊന്നും എനിക്കറിയില്ല മോനെ. ഇതിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വംശിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും നോക്കി നടത്തുന്നത് സിദ്ധിയാണ്. എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അവൾക്ക് അങ്ങനെ പറയാൻ പാകത്തിൽ പ്രത്യേകിച്ച് മറുപടിയുമില്ല. ഇനിയിപ്പോ അവനോട് ചോദിക്കാമെന്ന് വെച്ചാൽ എന്റെ കൈകൊണ്ട് ആഹാരം വിളമ്പിക്കൊടുക്കുന്നത്, ആഹാരം കഴിക്കുന്നതേ എനിക്ക് വലിയ കാര്യമാണ്. അതിനിടയിൽ ഇത് വല്ലതും ചോദിച്ചു മുഷിഞ്ഞാൽ അതും കൂടി നിന്ന് പോയാലോന്ന് കരുതി ഞാനും ഒക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് പോകുന്നു. ചോദിക്കാൻ സ്വാതന്ത്ര്യം ഉള്ളവളുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന ന്യായങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് തല പെരുത്തുപോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോ ആ വിഷയം അങ്ങ് വിടും. ഇവിടെയുള്ളവരും അടുത്തു നിൽക്കുന്ന കല്യാണിയമ്മയും വിലാസിനമ്മയും നോക്കിക്കൊണ്ട് ദേവമ്മയൊന്ന് നെടുവീർപ്പെട്ടു. എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പാർത്ഥൻ വംശിയുടെ മുറിയിലേക്ക് ചെന്നതും കാണുന്നത് കട്ടിലിരുന്ന് ഏതോ ഫയലിന്റെ കാര്യം നോക്കുന്നവനെയാണ്. ഇപ്പുറത്ത് തുണി തേക്കുന്ന ടേബിളിൽ നിന്ന് അവന്റെ ഷർട്ട് അയൺ ചെയ്യുന്ന സിദ്ധിയും. ഇവളെന്താ ഇവിടെ? അകത്തേക്ക് കയറിയവൻ നേരെ സിദ്ധിയുടെ അടുത്ത് ചെന്ന് വംശിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരാഴ്ചക്ക് ഇപ്പുറം പാർത്ഥനെ കണ്ട സന്തോഷത്തിൽ അവൾ വേഗം അയൺ ബോക്സ് സ്റ്റാൻഡിൽ വെച്ച് പാർത്ഥന്റെ അടുത്തേക്ക് ചെന്നു. പാർത്ഥേട്ടാ, എവിടെയായിരുന്നു ഇത്രയും ദിവസം? എന്താ ഇവിടേക്ക് വരാഞ്ഞേ? അവനെ കണ്ട സന്തോഷത്തിൽ അവളുടെ മുഖം അമ്പിളി പോലെ ശോഭിച്ചു. അത് കണ്ടടുത്തിരുന്നവന്റെ മുഖമോ കേറി അങ്ങ് വലിഞ്ഞു മുറുകി. തിരക്കായിരുന്നു മോളെ. പിന്നെ അഗസ്തി കോളേജിൽ നിന്ന് ലീവ് എടുത്ത് ഒരാഴ്ച ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ അവന്റെ കൂടെയായിരുന്നു മുഴുവൻ സമയം ഞാനും. ഓ, അപ്പൊ അഗ്നിയണ്ണെ കണ്ടപ്പോൾ എന്നെ മറന്നു. ചുണ്ട് പിളർത്തി പറയുന്നവളുടെ സങ്കടത്തിൽ വംശി ചിരി കൂട്ടി പുച്ഛിച്ചപ്പോൾ പാർത്ഥൻ ഗൗരവം വെടിഞ്ഞ് അവളുടെ കവിളിൽ ഒന്ന് തട്ടി. അങ്ങനെ ഞാൻ എന്റെ അനിയത്തിക്കുട്ടിയെ മറക്കുമോ? ഇതിപ്പോ ശരിക്കും തിരക്കായി പോയതുകൊണ്ടാണ്. എന്നിട്ടും ഞായറാഴ്ച ആയിട്ട് പിന്നെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടേക്ക് വന്നില്ലേ? അല്ലെങ്കിൽ ഈ ഒരു ദിവസം മുഴുവനും ഉറങ്ങാൻ പാകത്തിന് ഉറക്കം എനിക്ക് ബാക്കി നിൽക്കുക. ആണോ? ആന്നേ. സന്തോഷം കൊണ്ട് ഉറപ്പിക്കാൻ വേണ്ടി അവൾ പിന്നെയും ചോദിച്ചതും അതിന് തലയാട്ടി അവൻ അവളുടെ തലയിലൊന്ന് മേടി. അല്ല, അതൊക്കെ പോട്ടെ, മോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അയൺ ചെയ്യുന്ന ടേബിൾ അടുക്കി വെച്ചിരിക്കുന്ന ഷൂവിലേക്ക് നോക്കിയാണ് അവൻ ചോദിച്ചത്. അത് ഞാൻ ചുമ്മാ സമയം പോകാൻ വേണ്ടി, അല്ലാതെ ഒന്നുമില്ല ട്ടോ. അതുവരെ അവന്റെ കണ്ണിൽ നോക്കി സംസാരിച്ചു കൊണ്ടിരുന്നവൾ പെട്ടെന്ന് ഇമകൾ താഴ്ത്തി. ഏട്ടൻ നിൽക്ക്,
ഞാനിപ്പോൾ ചായ കൊണ്ടുവരാം. തിരിച്ചവന്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ സിദ്ധി മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയിരുന്നു. അവൾ തന്നോട് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് മനസ്സിലാവാൻ പാർത്ഥന് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. ഒപ്പം ഇതിന്റെയൊക്കെ കാരണമാ ആ കട്ടിലിൽ ഒന്നും അറിയാതെ ഇരിക്കുന്നവനാണെന്നും തോന്നി. വംശി, എടാ, നിന്നെയാണ് ഞാൻ വിളിച്ചത്. സിദ്ധി എന്തിനാ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? തന്നെ നോക്കാതിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും ലാബ് തട്ടിപ്പറിച്ചുകൊണ്ട് പാർത്ഥൻ ദേഷ്യപ്പെട്ടു. പാർത്ഥ, ഐ ആം ടു മച്ച് ബിസി. നിന്റെ പെങ്ങളുടെയും കളിക്കൊന്നും നിന്നേരാൻ എനിക്കിപ്പോൾ സമയമില്ല. കളിക്കാനൊന്നും നീ വരണ്ട. ഞാൻ ചോദിച്ചതിന് മറുപടി മാത്രം പറഞ്ഞാൽ മതി. ഇതിന് മറുപടി നിന്റെ പെങ്ങൾ തന്നില്ലേ? അതിൽ കൂടുതലൊന്നും പറയാൻ എനിക്കുമില്ല. തീർത്തും പാർത്ഥനെ നോക്കാതെ അവൻ തിരികെ ലാപ്ടോപ്പ് വാങ്ങി ജോലിയിൽ മുഴുകി. ഇനിയും അവിടെ നിന്ന് എന്തെങ്കിലും ചോദിച്ചാലും അവൻ ഇതിനപ്പുറം ഒരു മറുപടിയും പറയില്ല എന്നറിയാവുന്ന പാർത്ഥൻ നേരെ സിദ്ധിയെ തിരക്കിയാണ് പോയത്. താഴെ എത്തി അടുക്കളയിലേക്ക് കയറും മുന്നേ അവൾ ചായയുമായി എത്തിയിരുന്നു. ഏട്ടൻ വന്നോ? ദേ ചായ. അവൾ അവനായി ചായ നീട്ടിയതും അവനത് വാങ്ങാതെ കയ്യും കെട്ടി ആ മുഖത്തേക്ക് മാത്രം നോക്കി നിന്നു. ഏട്ടൻ വാ, ഞാൻ പറയാം. കാര്യമറിയാതെ അവൻ തന്നോട് മിണ്ടില്ല എന്നറിയുന്നവൾ അവനെയും കൂട്ടി പുറത്തേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ എന്തിനാണ് വൈകുണ്ഠത്തിൽ വംശിയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അറിഞ്ഞാൽ മാത്രമേ ഏട്ടൻ എന്നോട് മിണ്ടൂ, അല്ലേ? എങ്കിൽ കേട്ടോളൂ. അവൾ ആദ്യ ദിവസം മുതൽ ഈ നേരം വരെയുള്ള സകല കാര്യങ്ങളും ഒന്നില്ലാതെ അവനോട് എണ്ണി. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അവൻ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാര്യം ചെയ്യേണ്ടാ നിൽക്കണ്ട. ഞാൻ ചോദിക്കാലോ അവനോട്. പറയുന്നതിനൊപ്പം തന്നെ ദേഷ്യത്തോടെ പാർത്ഥൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയതും സിദ്ധി അവന്റെ കയ്യിൽ പിടിമുറുക്കി. ആളോട് വഴക്കുണ്ടാക്കി എനിക്കിതിൽ നിന്നും മാറാൻ അറിയില്ലെന്ന് കരുതിയിട്ടാണോ ഏട്ടൻ ഇപ്പൊ എനിക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ പോകുന്നത്? പിന്നെന്താ ഞാൻ വേണ്ടേ? അവൻ ഇങ്ങനെ നിന്നെ അടിമയെ പോലെ പണിയെടുപ്പിക്കുന്നത് കണ്ട് ഞാൻ വെറുതെ നിൽക്കണോ? നിൽക്കണം. തൽക്കാലം ഏട്ടനൊന്നും ചെയ്യണ്ട. ഇതിപ്പോ എന്നോടുള്ള വാശിക്കാണെങ്കിലും ആള് പഴയതിലും കുറച്ചും കൂടി അടുപ്പം അമ്മയോട് കാണിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കഴിക്കും എന്നതൊഴിച്ചാൽ അമ്മയൊന്നും നോക്കുകൂടിയില്ല. പക്ഷെ ഇപ്പൊ കഴിക്കുന്ന നേരത്ത് അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ മുക്കിയും മുറിഞ്ഞുമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. അത് അമ്മയ്ക്ക് നൽകുന്ന സന്തോഷം എത്രയാണെന്ന് പറഞ്ഞാൽ പാർത്ഥേട്ടൻ അത് കണ്ടാലേ അറിയൂ. ഇതിങ്ങനെ കുറച്ചുകാലം പോയാൽ ഏട്ടന്റെ മുൻചുണ്ടിക്കാരൻ വംശി അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ മൂക്കം കുത്തി വീഴും. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങേരെ നല്ല രണ്ട് പാഠം പഠിപ്പിക്കാൻ. അവള് പറയുന്ന കേട്ടതും പാർത്ഥന്റെ മുഖത്തെ ദേഷ്യമൊക്കെ മെല്ലെയാണെങ്കിലും അകന്നു മാറി. നീ നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, അല്ലേടി? പാർത്ഥൻ അവളെ ഒന്ന് നോക്കി. നടക്കാതെ പിന്നെ എവിടെ പോകാനായിട്ടാ? അതൊക്കെ നടക്കുമെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിട്ടല്ലേ ഞാൻ ഈ കണ്ട ദുരിതമെല്ലാം സഹിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഏട്ടന്റെ കൂട്ടുകാരനെ തല്ലിക്കൊന്നേനെ. പോട്ടടി, അവൻ പാവ, അതുകൊണ്ട് തല്ലിക്കൊല്ലണ്ട. പാർത്ഥൻ അവളുടെ കുറുമ്പിനൊപ്പം തന്നെ നിന്നു. ഓക്കെ, തല്ലിക്കൊല്ലണ്ടെങ്കിൽ നമുക്ക് അയാളെ കിളിയെ കൊണ്ട് കൊത്തിക്കൊല്ലിക്കാം. ആ, അത് പിന്നെ ഓക്കെയാണ്. അവൾക്കൊപ്പം നിന്നുകൊണ്ട് പാർത്ഥൻ കൂടി ചിരിച്ചതും പെണ്ണ് കക്കട്ടം കെട്ടി പിന്നെയും ചിരിച്ചു. അവരെ എന്നാൽ നോക്കി ബാൽക്കണിയിൽ നിന്ന വംശി ഇതെല്ലാം വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. ഇതിപ്പോ ഇത്രയും ചിരിക്കാൻ പാകത്തിന് അവിടെ എന്താണ്ട്? എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മുഖത്ത് നോക്കാൻ അവൾക്ക് വയ്യ. പക്ഷെ ബാക്കി എല്ലാവർക്കും ഒപ്പം. ബാൽക്കണിയിൽ നിന്നുള്ള അവളുടെ ചിരി കണ്ട വംശിക്ക് പറഞ്ഞറിയിക്കാനുള്ള ദേഷ്യമായിരുന്നു പിന്നീട് അവളോട്. ധാത്രി, പാർത്ഥനോട് എന്തോ കളി പറഞ്ഞു നിന്നിരുന്ന സിദ്ധി ആ ഒരൊറ്റ വിളിയിൽ ഞെട്ടിപ്പോയി. പാർത്ഥന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. നിന്റെ ചെവി അടിച്ചുപോയോ? വിളിച്ചാൽ കേൾക്കില്ലേ? അവൾക്കടുത്തേക്ക് നടക്കും വഴി തന്നെ അത്രയും ഉച്ചത്തിൽ ശബ്ദം അവളെ തേടിയെത്തിയിരുന്നു. കേൾക്കാം, അടിച്ചുപോയില്ല. തങ്ങൾക്കടുത്തേക്ക് നടന്നു വരുന്നവന്റെ ഒച്ചയിൽ അവൾ ഞെട്ടിക്കൊണ്ട് എന്തൊക്കെയോ പരതി പെറുക്കി പറഞ്ഞു. ഈ പുള്ളി ഇതുവരെ മോളിലായിരുന്നില്ലേ ഏട്ടാ? മഹാദേവ, കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞതല്ലോ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവോ ആവോ? വെപ്രാളത്തിൽ ധാവണിത്തൂമ്പും കൊണ്ട് മുഖത്തും കഴുത്തുമൊക്കെ തുടച്ച് അവൾ ദയനീയമായി നോക്കിയത് പാർത്ഥനെയാണ്. നീ ഇങ്ങനെ ഭയക്കല്ലേ കൊച്ചേ, അവനൊന്നും കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഇത്ര ദൂരത്ത് നിൽക്കുന്നവൻ എന്ത് വല്ലതും കേൾക്കാനാ? കഷ്ടി 1 മീറ്റർ ദൂരം പോലും ഇല്ലാതെ അടുത്തു നിൽക്കുന്നവനെ കണ്ട് വെറുതെയെങ്കിലും പാർത്ഥൻ സമാധാനിപ്പിക്കാൻ നോക്കി. വേറെ ആര് കേട്ടില്ലെങ്കിലും ഏട്ടന്റെ കൂട്ടുകാരൻ കേൾക്കും. ആൾക്കേ പാമ്പിന്റെ ചെവിയാ. അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയവന്റെ ആദ്യ കൂട്ടുംവിധം പെണ്ണ് ഞൊടിഞ്ഞു. ധാത്രി, വിളിച്ചാൽ വിളി കേൾക്കാതെ നീ എന്തു ചെയ്യുവോ അവിടെ? അത് പിന്നെ ഞാൻ പാർത്ഥേട്ടനോടെ
പെണ്ണ് എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചിട്ടും എങ്ങും എത്തിയില്ല. എനിക്കൊരു കോഫി വേണം. അവൾക്കടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ പറഞ്ഞതും പെണ്ണ് കണ്ണുരുട്ടി നോക്കി. കുറച്ചു മുന്നേ അല്ലേ ഞാൻ കോഫി തന്നത്? അത് കുടിച്ചിട്ട് അരമണിക്കൂർ പോലും ആയില്ലല്ലോ എന്ന സംശയം പോലെയായിരുന്നു അവളുടെ ആ ചോദ്യം. അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഒരെണ്ണം കൂടി കുടിച്ചുകൂടാ എന്നുണ്ടോ? ഗൗരവത്തിലുള്ള മുഖവും ഗാംഭീര്യമുള്ള ശബ്ദവും ഭയം തോന്നാത്തവർക്ക് കൂടി തോന്നിപ്പോകും. ഇങ്ങനെ കാക്കേനെ പ്രാവിനെ കൊണ്ടൊന്നും കൊത്തിക്കല്ല വേണ്ട ഏട്ടാ. തിളച്ച എണ്ണയിൽ മുക്കിക്കൊന്നാൽ മതി. അല്ല ഇങ്ങനെയുണ്ടോ ഒരു കോഫി കൂടി? ദേഷ്യത്തിൽ ഞൊടിഞ്ഞുകൊണ്ട് പെണ്ണ് ചാടിത്തുള്ളി അകത്തേക്ക് പോയി. നീ എന്തോ അർജന്റ് വർക്ക് ചെയ്യുമല്ലായിരുന്നോ? പിന്നെന്താ ഇപ്പൊ ഇവിടെ? മുകളിൽ അവന്റെ മുറിയിൽ ചെന്നപ്പോൾ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ജോലി ചെയ്തവനെ പെട്ടെന്ന് മുന്നിൽ കണ്ട സംശയത്തിൽ പാർത്ഥൻ നോക്കി. നീ എന്നെ കാണാനല്ലേ വന്നത്? പിന്നെ നീ എന്താ ഇവിടെ? ചോദ്യത്തെ മറുചോദ്യം കൊണ്ട് തളച്ചിട്ട് വംശി അവനെ നോക്കി. നീ ഭയങ്കര ബിസി ആയിപ്പോയി. അപ്പൊ ഞാൻ കരുതി നിന്റെ വർക്കൊക്കെ കഴിയട്ടെ എന്ന്. അതൊക്കെ വിട്. എന്നിട്ട് ഇത് പറയേ. എന്ത്? നിനക്ക് എന്തൊക്കെയോ വല്ലാത്ത മാറ്റങ്ങളുണ്ട് വംശി. മാറ്റങ്ങൾ? ലൈക്ക് വാട്ട്? നീ എന്തിനാ പെങ്കൊച്ചിന്റെ പുറകെ നടന്ന് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിന്റെ പുന്നാര പെങ്ങൾ പറഞ്ഞോ ഞാൻ ദ്രോഹിക്കുന്നെന്ന്? അവൾ പോയ വഴി നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് ചോദിച്ചു വംശി. അതിപ്പോ അവള് പറയണ്ടല്ലോ. നിന്റെ ചോദ്യവും പറച്ചിലും ഒക്കെ അങ്ങനെയല്ലേ? ഞാൻ ഇങ്ങനെയാണ്, അത് നിനക്കറിയാമല്ലോ. എടാ എനിക്കറിയാമെന്ന് കരുതി അവൾക്കറിയണമെന്നുണ്ടോ? അറിഞ്ഞോളൂ. എടാ അവള് വെറും പാവമാണ്. കുറച്ച് കുറുമ്പും കുസൃതിയും ഉണ്ടെന്നൊഴിച്ചാൽ ആള് വെറും ശുദ്ധയാണ് മനസ്സുകൊണ്ട്. ആണോ? എന്നാൽ ശുദ്ധര് ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് കേട്ടിട്ടുണ്ടോ? പാർത്ഥനെ പുച്ഛിച്ചുകൊണ്ടവൻ അവിടെ കെട്ടിയിരിക്കുന്നതിലേക്ക് നോക്കി. വംശി, ഇതാ ഞാൻ പറഞ്ഞത് നിന്റെ മാറ്റത്തിനെ പറ്റി. നിനക്കാരെങ്കിലും ഇഷ്ടപ്പെടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഇഷ്ടമായാൽ നീ അവരെ തലയിൽ കൊണ്ടു നടക്കും. അതുപോലെ ആരോടെങ്കിലും നിനക്ക് ദേഷ്യം വന്നാലും അവരെ മുച്ചൂടെ തീർത്തിട്ടേ നീ പിൻവാങ്ങിയുള്ളൂ. പക്ഷെ ഇവിടെ നീ ഇവളോട് കാണിക്കുന്ന കണ്ടിട്ട് ഒരുമാതിരി പൂച്ചയ്ക്ക് മുന്നിൽ എലിയിട്ട് വട്ട് കളിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. സത്യം പറ, എന്തിനാ നിനക്ക് ഇവളോട് ഇത്രയും വൈരാഗ്യം? ശരിക്കും കാര്യം അറിയാൻ എന്ന പോലെ പാർത്ഥനോട് അവരത് ചോദിച്ചു. തൽക്കാലം നീ എന്റെ വൈരാഗ്യത്തിന്റെ ദേഷ്യത്തിന്റെ ഒന്നും കണക്കെടുക്കണ്ട. എന്തെങ്കിലും നിന്നോട് എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ സമയം പോലെ പറഞ്ഞോളാം. അതൊക്കെ വിട്. MGM ഗ്രൂപ്പിന്റെ ഫയൽസ് എന്തേ? വംശി പെട്ടെന്നാണ് വിഷയം മാറ്റിയത്. അത് ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അടുത്ത ആഴ്ച എന്തായാലും റിപ്പോർട്ട് വെച്ചാൽ പോരെ, അടുത്തൊന്നും വേണ്ടല്ലോ. എന്തിനാ അടുത്ത ആഴ്ചയാക്കുന്നത്? നിനക്കിന്ന് ഒരുപാട് സമയമില്ലേ? ആ സമയം കൊണ്ട് ചെയ്തു തീർത്താൽ പോരെ. ഇന്ന് എനിക്ക് എവിടെ സമയം? ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഇനി ഞാൻ രാത്രി പോകുന്നുള്ളൂ. രാത്രി വരെ ഇവിടെ ഇരിക്കാൻ നിനക്കെന്തെങ്കിലും പ്രത്യേകിച്ച് ജോലിയുണ്ടോ ഇവിടെ? വംശിയുടെ കണ്ണ് പിന്നെയും ചുരുങ്ങി. ആഴ്ചയിൽ 6 ദിവസം പണിയെടുത്തിട്ട് 7ന്റെ അന്ന് എനിക്ക് ലീവാണ്. സോ ഇന്ന് ഞാൻ പണിയെടുക്കില്ല. തീരുമാനം പോലെ പാർത്ഥൻ അവനോട് പറഞ്ഞതും വംശി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. ഒപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പാർത്ഥനെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. നീ ഇങ്ങനെ ഇവിടുന്ന് വെറുതെ ജോലി ചെയ്യാതെ സമയം കളയണ്ട. ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്കൊപ്പം ഇരുന്ന് ജോലി ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഇപ്പൊ തന്നെ ഫ്ലാറ്റിലേക്ക് പോയി അവിടെ ഇരുന്ന്, അല്ലെങ്കിൽ എനിക്കൊപ്പം എന്റെ മുറിയിൽ. കോഫി? അപ്പോഴേക്കും സിദ്ധി കോഫിയുമായി എത്തിയിരുന്നു. അതെ പാർത്ഥേട്ടാ, അമ്മ പറഞ്ഞു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. അതുപോലെ ഏട്ടന് വേണ്ടി ഞാൻ പാലടയും ഉണ്ടാക്കാം കേട്ടോ. അവൻ നിൽക്കുന്നത് പോലും ചിന്തിക്കാതെ സിദ്ധി അത്രയും സന്തോഷത്തോടെ പറഞ്ഞതും പാർത്ഥൻ ശരി വെച്ചുകൊണ്ട് തലയാട്ടി. അത് കണ്ടതും അടുത്തു നിന്നവന്റെ മുഖം പിന്നെയും ചുവന്നു. സദ്യ കഴിക്കുന്നതും പായസം കുടിപ്പിക്കുന്നതൊക്കെ കൊള്ളാം. നാളെ മോർണിംഗ് GM ഗ്രൂപ്പിന്റെ ഫയൽ എനിക്ക് കിട്ടിയില്ലെങ്കിലാ. അതുപോലെ നീ പായസമൊക്കെ പിന്നുണ്ടാക്കാം. ആദ്യം വന്ന് എന്റെ ഷർട്ട് ഫുൾ അയൺ ചെയ്. രണ്ടുപേരോടും കൂടി പറഞ്ഞിട്ട് അവൻ ചാടിത്തുള്ളി മുകളിലേക്ക് പോയി. രാവണന് എന്തു പറ്റിയേട്ടാ? പറ്റിയത് എന്തായാലും ഇത്തിരി കനത്തിലാണെന്ന് തോന്നുന്നു. മോള് തൽക്കാലം അവനെ ദേഷ്യം പിടിപ്പിക്കാതെ ആ ബാക്കിയുള്ള 2-3 ഷർട്ടും കൂടി അല്ലേ ഉള്ളൂ. അത് അയൺ ചെയ്ത് കൊടുത്തിട്ട് വേഗം താഴേക്ക് ഇറങ്ങി വാ. ഇനി അയൺ ചെയ്യാൻ ബാക്കിയുള്ള 2 ഷർട്ട് കണ്ട ഓർമ്മയിൽ അവൻ പറഞ്ഞതും പെണ്ണ് തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് ഓടി. അവിടെ ചെന്നതും മുറിയുടെ അവസ്ഥ കണ്ട് പെണ്ണ് തലയിൽ കൈവച്ചു പോയി. താൻ അയൺ ചെയ്ത് അടുക്കി വെച്ചിരുന്ന സകല ഷർട്ടും ചുരുട്ടി താഴെ കിടക്കുന്നു. ഇതാരാ ചെയ്തേ? ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ എന്തോ എടുത്തപ്പോൾ എല്ലാം കൂടി നിലത്ത് താഴെ വീണതാണ്. നിലത്ത് വീണാൽ ഇത്രയും നാശമാകുമോ? മനഃപൂർവ്വം അവൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടും അവള് ചോദിച്ചു. ആ, എന്റെ കയ്യിൽ നിന്ന് വീണാൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും.
അതുകൊണ്ട് കൂടുതൽ ഭാഷ പഠിക്കാതെ ഇതെല്ലാം വീണ്ടും ഒന്നുകൂടി തേക്കാൻ നോക്ക് നീ. ഒന്നുകൂടി തേക്കാനോ? എനിക്ക് വയ്യ. കൈ കടഞ്ഞിട്ട് ഒരു വിധത്തിൽ പാടില്ല. വലതു കൈ കുടഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. താഴെ പായസം ഉണ്ടാക്കി കൊടുക്ക എന്ന് പറഞ്ഞപ്പോഴൊന്നും ഈ കൈകടച്ചൽ ഞാൻ കണ്ടില്ലല്ലോ. അവന്റെ കടുപ്പിച്ചുള്ള ചോദ്യത്തിൽ പെണ്ണ് പതറി. അത് പിന്നെ പായസം ഉണ്ടാക്കാനല്ലേ? അവളുടെ ശബ്ദം നീർത്തു. എങ്കിലേ പായസം ഉണ്ടാക്കുന്ന പോലെ ഷർട്ട് തേക്കുവാണെന്ന് കരുതിയാൽ മതി. എല്ലാ വേദനയും അങ്ങ് മാറിക്കോളും. കൂടുതലൊന്നും പറയാതെ അവൻ ലാപ്പെടുത്ത് മടിയിലേക്ക് വെച്ചതും പെണ്ണ് പിന്നെയും പിന്നെയും അവനെ 1000 തവണ മനസ്സിൽ പ്രാഗിക്കൊണ്ട് അടുത്ത ഷർട്ട് എടുത്തു. പായസം ഉണ്ടാക്കണമെന്ന് പോലും. ഉണ്ടാക്കിക്കാം. ഇപ്പൊ തന്നെ ഞാൻ ഉണ്ടാക്കിക്കാം. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.